ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കേരളത്തിൻ്റെ കയ്യിൽ നിന്ന് മത്സരം തെന്നിയകന്ന വിദർഭ കപ്പടിച്ചിരിക്കുകയാണ്. വിദർഭയുടെ തേർഡ് ടൈറ്റിലാണ് ഇതെന്ന് പറയുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിന് ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ഇന്നിംഗ്സിൽ 37 റൺസിൻ്റെ ലീഡും രണ്ടാം ഇന്നിംഗ്സിൽ 375 റൺസാണ് അവിടെ വിദർഭ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിന് സെക്കൻഡ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. വളരെ സെഷനിൽ വളരെ കുറച്ച് ഓവറുകൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിവിടെ കുറ്റങ്ങൾ ഒരുപാട് കേരള ക്രിക്കറ്റിനെ കുറിച്ച് പറയാമെങ്കിലും ഈ ഒരു ഫൈനൽ സ്റ്റേജ് വരെ എത്തിയത് ഒരുപാട് സ്ട്രഗിൾ കൊണ്ടാണ്. സച്ചിൻ ബേബി, സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, ജലജ് സക്സേന, സർവാത്ത് ഒരുപാട് എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് കാലത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു രഞ്ജി ട്രോഫി ഫൈനൽ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ട്രോഫി എന്നുള്ളത്. അതിൻ്റെ അരികെ വരെ നമുക്ക് എത്താൻ സാധിച്ചു. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതും. വിദർഭയ്ക്കെതിരെ നല്ലൊരു ഗെയിം ഫസ്റ്റ് ഇന്നിംഗ്സിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചെങ്കിലും അവസാന സമയത്തെ കുറച്ച് പോരായ്മകളാണ് നമ്മളെ ഗെയിമിൽ നിന്നും വിട്ടത്. സെക്കൻഡ് ഇന്നിംഗ്സിൽ പൂർണ്ണമായിട്ടും മത്സരം തീരുമാനമാവുമെന്ന് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരുൺ നായരുടെ ക്യാച്ച് വിട്ട് കളഞ്ഞതിലാണ് എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്നിംഗ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ധനേഷ് മലേവറിന് മുമ്പായിട്ട് 295 ബോളിലും 235 റൺസുമായിട്ട് കരുൺ നായർ അവിടെ ക്രീസിലുണ്ടായിരുന്നു. സ്റ്റമ്പിങ്ങിലാണ് ഔട്ടാകുന്നത് മുഹമ്മദ് അസറുദ്ദീൻ്റെ സ്റ്റമ്പിങ്ങിൽ. അതുതന്നെയാണ് ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് വിദർഭ നടത്തിയതും അദ്ദേഹത്തിലൂടെയായിരുന്നു. അതുതന്നെയാണ് ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഒരു ഡൊമസ്റ്റിക് കപ്പിന് വേണ്ടി ഇനിയും കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ആ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ശരിക്കും പാളിപ്പോയത് സച്ചിൻ ബേബിയുടെ വിക്കറ്റും അതോടൊപ്പം തന്നെ 7th വിക്കറ്റിന് ശേഷമുള്ള 3 വിക്കറ്റുകളിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സിംഗിൾസ് ഇടാൻ ശ്രമിക്കാതെ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അവർ വിക്കറ്റ് എടുത്തുകൊണ്ട് ഈസി ആയിട്ട് മത്സരം അവരുടെ കൈവരുതിയിലേക്ക് കൊണ്ടുപോയി. ആൻഡ് നമുക്ക് കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു ഡൊമസ്റ്റിക് ട്രോഫിക്ക് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന രംഗമാണ്. പക്ഷേ ഇത്തവണ നമുക്ക് ഫൈനലിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും കേപ്പബിലിറ്റി ഉള്ളൊരു ടീമുണ്ട് എന്ന് അവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തോന്നിപ്പിച്ചിട്ടുണ്ട്. പുതിയ താരങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ വരട്ടെ. ഏദൻ ആപ്പിൾ ടോമിൻ്റെ ആ ഒരു ഫൈനലിലെ പെർഫോമൻസ് പറയാതിരിക്കാൻ സാധിക്കില്ല. നല്ലൊരു ഓൾറൗണ്ടറെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. 140 ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്ന 19 വയസ്സുകാരൻ കേരളത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഒട്ടും ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നല്ലൊരു സ്വീകാര്യത ഇതിലൂടെ ഏദൻ ആപ്പിൾ ടോമിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട്.